അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ നല്ല എന്താ പറയുക നമ്മൾ ശിവകാശിയിൽ നിന്ന് കുറച്ച് പടക്കങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലവും അതേപോലെ നമ്മൾ പടക്കത്തിൻ്റെ കുറേ വീഡിയോകൾ എല്ലാ വർഷവും ഇടുന്നതാണ്. ഇത്തവണ നമ്മൾക്ക് അധികം വീഡിയോസ് എടുക്കാൻ പോകാനും പറ്റിയിട്ടില്ല, ഒരുപാട് സാധനങ്ങൾ വാങ്ങാനും പറ്റിയിട്ടില്ല പടക്കങ്ങൾ കേട്ടോ. അപ്പോൾ കുറേ ഒരുപാട് നമ്മളെ എന്താ പറയുക പടക്കക്കടകൾ നമ്മൾ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഹാദിൻ ഫയർ വർക്ക്സ്, നമ്മൾ ആലത്തൂരിലെ ഹാദിൻ ഫയർ വർക്ക്സ്, അവർ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പടക്കങ്ങളൊക്കെ ഇപ്പോഴത്തവണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കേസ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി, അപ്പോൾ അവിടെയൊക്കെ പോയി അവിടുത്തെ കടകളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ചേർത്ത് വിടാം. ഞങ്ങൾ പോയതും അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരട്ടെ കേസ്. ഹാദിൻ ഫയർ വർക്ക്സ് മായന്നൂർ പാലത്തിൻ്റെ അവിടെയുണ്ട്, നമ്മുടെ ആലത്തൂരുണ്ട്, നെന്മാറയ്ക്ക് പോകുന്ന വഴിയിലുണ്ട് അല്ലേ, ആലത്തൂർ ഗുരുകുലം ജംഗ്ഷനിലുണ്ട് ഹാദിൻ ഫയർ വർക്ക്സ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ മായന്നൂർ അവിടേക്ക് കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കൊല്ലംകോട് അച്ചായൻ്റെ പടക്കക്കടയിലും പോയിട്ടുണ്ടായിരുന്നു കേസ്. അപ്പോൾ ജസ്റ്റ് അവിടേക്കൊന്ന് വിസിറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അവർ വിളിച്ചപ്പോൾ നമ്മളിങ്ങനെ നിന്ന് പോയി. അപ്പോൾ അവർ എന്താ പറയുക കുറേ പടക്കങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നു. പിന്നെ അതിൻ്റെ കുറേ സാമ്പിളുകളും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക നമ്മളിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള അവിടെ നിന്നൊക്കെ പോയിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം നിങ്ങളെ കാണിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഈ പ്രാവശ്യം എന്തായാലും നമ്മുടെ വീഡിയോ എടുക്കാൻ പോകാനൊന്നും പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളൊരു ലോട്ടറി കട ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഒരു 15 ദിവസമായിട്ടുള്ള കേസ്. അതിൻ്റെ ഓട്ടത്തിലും കാണും എന്താ പറയുക അതിൽ വേറൊരു രീതിയിൽ. അപ്പോൾ നമ്മളിങ്ങനെ കച്ചവടം കാര്യങ്ങളായിട്ട് പോണ സമയത്ത് നമുക്ക് യൂട്യൂബിൽ അധികം വീഡിയോസ് എടുക്കാൻ പോകാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ ഒരുപാട് പേര് എൻ്റെ കഴിഞ്ഞ വർഷത്തെ വിഷുവിനിട്ട വീഡിയോയിൽ, പിന്നെ അതിന് മുമ്പത്തെ വർഷത്തെ ഇട്ടതിൽ, പിന്നെ നമ്മളിടുന്ന ആ ഷോർട്സുകളിൽ, ഞാൻ എല്ലാ കൊല്ലവും ഓരോ ഷോർട്സ് നല്ല വീഡിയോകൾ ഇടുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർ അതേപോലത്തെ വാങ്ങാറും യൂസ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക നമ്മൾ ശിവകാശിയിൽ നിന്ന് കഴിഞ്ഞ തവണ വാങ്ങിയ വീഡിയോ ഇപ്പോൾ 1 lakh വ്യൂസിൻ്റെ അടുത്തെത്താറായി. അപ്പോൾ അത് ആളുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുന്നത് വളരെ സന്തോഷം. പക്ഷേ ഓൺലൈനിൽ നിന്ന് ഈ പ്രാവശ്യം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ല. കാരണം ഇലക്ഷൻ്റെ സമയവും ആയതുകൊണ്ടും പിന്നെന്താ പറയുക അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ പടക്കങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുന്നതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. വെറുതെ എന്തിനാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓൺലൈനിൽ ഈ പ്രാവശ്യം വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള അടുത്തടുത്തുള്ള ഹോൾസെയിൽ കടകളും, അതായത് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുന്ന അവിടെയൊക്കെ പോയിട്ട് നമ്മൾ വീഡിയോസൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 1-2 സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഹാദിൻ ഫയർ വർക്ക്സിൽ നിന്നും അച്ചായനിൽ നിന്നൊക്കെ വാങ്ങിയ കുറച്ച് പടക്കങ്ങൾ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ ഈ പ്രാവശ്യം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് കൊണ്ടുവന്നത് നമുക്ക് ഒന്ന് സാമ്പിൾ കത്തിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ പറയുക ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ വെറൈറ്റി ആയിട്ടുള്ളൊരു എന്താ പറയുക പൂത്തിരി പോലത്തെ സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് ചങ്കുചക്രമാണെന്ന് അറിയില്ല, കറക്റ്റായിട്ട് കത്തിച്ച് നോക്കിയാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക ഇതാണ് ആ സംഭവം. ഇതിൽ 3 പീസാണ് വരുന്നത് കേട്ടോ. അത് വനിതാ ബ്രാൻഡിൻ്റെ ക്രിസ്റ്റലാണ്. 3 പീസാണ് ഇതിൽ വരുന്നത് കേട്ടോ. നമുക്കിത് കത്തിച്ച് നോക്കാം, എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ക്രിസ്റ്റൽ എന്നുള്ളത് നമ്മളെന്തായാലും കത്തിക്കാൻ പോവുകയാണ് കേട്ടോ. ഇതുണ്ട് 3 എണ്ണമാണ് ഈ ബോക്സിൽ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് കത്തിച്ച് നോക്കാട്ടെ കേസ്, എങ്ങനെയുണ്ട് നോക്കാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ തിരി ഇവിടെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് തിരി കത്തിച്ച് അതന്നെ അതിൽ കൊളുത്ത് കൊളുത്ത് സൗമ്യ ആദ്യം അതിൽ തിരി കൊളുത്തുണ്ട്. ഇത് എങ്ങനത്തെയാണെന്ന് അറിയില്ല കേട്ടോ, വെറൈറ്റി ആണെന്ന് പറഞ്ഞത്. ഇതെന്താ സംഭവം എന്നറിയില്ല. ശംഖുചക്രം പോയി. അടുത്തത് നല്ല കളർഫുൾ, അതായത് ഇങ്ങനെ സ്മോക്ക് ഇങ്ങനെ പുക വരുന്നില്ലേ, അങ്ങനത്തെ സാധനമാണ് ഇതിൽ വരുന്നത്. ഈ പാക്കറ്റിൽ വരുന്നതും ഇതിൽ എല്ലാ പാക്കറ്റിലും 3 പീസൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. നീല, പച്ച, മഞ്ഞ, അങ്ങനെ 3 കളറാണിത്. ഇത് നമുക്ക് കത്തിച്ച് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ സ്മോക്കിങ് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വരുന്നതാണ് നമുക്ക് യുവരാജ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അത് നമ്മുടെ പൂക്കുറ്റി, നല്ല കുറച്ച് നേരം കത്തുന്ന പൂക്കുറ്റിയാണ് കേട്ടോ. വെറൈറ്റി ആയിട്ട് അതായത് ഇതൊക്കെ നമ്മൾ വാങ്ങുന്നത് പൊട്ടുന്ന ഒരു സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടില്ല ഈ പ്രാവശ്യം. സേഫ്റ്റി നോക്കിയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അല്ലാണ്ട് ഗുണ്ടുകൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ പ്രാവശ്യം നമ്മൾ വിഷുവിന് വാങ്ങുന്നില്ല കേട്ടോ കേസ്. അപ്പോൾ വെറൈറ്റി ആയിട്ട് ആർക്ക് വേണമെങ്കിലും കൊളുത്താവുന്ന, കുട്ടികൾക്കായാലും ലേഡീസിനായാലും ഒക്കെ നമുക്ക് കത്തിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി സംഭവങ്ങളാണ് ഈ പ്രാവശ്യം. അപ്പോൾ ഇങ്ങനത്തെ പൂക്കുറ്റികൾ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് നോക്കണം. പിന്നെ പവർ പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവം ഉണ്ട് കേട്ടോ, പവർ പോട്ട്. അപ്പോൾ ഇതും നമ്മൾ എന്താ പറയുക ഹാദിൻ ഫയർ വർക്ക്സ് എന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഫ്ലവർ പോട്ടാണ്. അപ്പോൾ ഇതും പൂക്കുറ്റി. അപ്പോൾ ഇതും വെറൈറ്റി ആയിട്ട് തോന്നിയപ്പോൾ അത് വാങ്ങിയതാണ്. പിന്നെ അപ്പോൾ നമ്മളിനി അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതാണ്.
ഇത് എങ്ങനത്തെ അതിൻ്റെ ഫങ്ഷൻ ഒന്നും അറിയില്ല കേട്ടോ. ഇതിനകത്തൊന്നുമില്ല. 3 പീസേ ഉള്ളൂ കേട്ടോ കേസ്. അപ്പോൾ ഇത് സ്മോക്കാണോ എന്താണെന്ന് അറിയില്ല. നമുക്ക് കത്തിച്ച് നോക്കാം. പൂക്കുറ്റിയാണ് നമുക്ക് കത്തിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ നോക്കാൻ പോവാണ് കേട്ടോ. ഒട്ടും ചെയ്യേണ്ട അതിൻ്റെ ഇടയിൽ നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിയ അതേ സംഭവമാണ് കേട്ടോ. ഇതിലിട്ട പൊട്ടുന്ന സംഭവമാണ് പോപ്പം. പിന്നെ ഇത് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് കേട്ടോ. ഇതും നന്നായിട്ട് നല്ല കളർഫുള്ളായിട്ട് പോകുന്ന ഒരു ഫ്ലവർ പോട്ടാണ് ഇതും. മിക്കവാറും ഒരുപാട് കൂടുതലും ഐറ്റവും നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഫ്ലവർ പോട്ടാണ്. പിന്നെ ചങ്കുചക്രത്തിൻ്റെ ഒരു വെറൈറ്റി കിട്ടിയപ്പോൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചങ്കുചക്രം ഇത് നന്നായിട്ടുണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതും നമ്മൾക്കൊന്ന് കത്തിച്ച് നോക്കാം. നമ്മളപ്പോൾ ഈ മിനിയോൺസ് എന്നുള്ള ഇത് നമ്മൾ കത്തിക്കാൻ പോവുകയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഹാദിൻ ഫയർ വർക്ക്സ് നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ല അവരുടെയാണ്. ആലത്തൂരും മായന്നൂർ എന്താ പറയുക നെന്മാറയ്ക്ക് പോകുന്ന അവിടെയൊക്കെ ഉള്ള ഹാദിൻ ഫയർ വർക്ക്സിൻ്റെ ആണ് കേട്ടോ കേസ്. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് നോക്കാം. ഇത് ഇങ്ങനത്തെയാണ് കേട്ടോ കേസ്. അടിപൊളി. ബ്യൂട്ടിഫുൾ. ഇതിന് നിറഞ്ഞ് കത്തിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അടിപൊളി. കുറേ നേരം കത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കത്തിക്കാൻ പോകുന്നത് നമ്മളെപ്പോഴും കഴിഞ്ഞ തവണയൊക്കെ വാങ്ങിയിട്ടുള്ള ബട്ടർഫ്ലൈ കേട്ടോ. അതിൻ്റെ എന്താ പറയുക ഇപ്പോൾ എങ്ങനെയാണ് അത് കത്തുന്നത്, നമുക്ക് എങ്ങനെ പൊങ്ങി പോകണ്ടോന്നൊക്കെ നോക്കട്ടെ കേസ്. ഇതൊക്കെ നമ്മുടെ പുതിയ വീട്ടിൽ ടെറസിലാണ് കേട്ടോ വന്നിട്ട് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി 1-2 സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ എന്താണ് പൂക്കുറ്റിയാണ്. ഇതൊക്കെ സാധാരണ നമ്മൾ കത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേണ്ട. നമ്മളിപ്പോൾ ഇത് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ പറക്കുന്നില്ല, തിരിഞ്ഞു പോയി. ബട്ടർഫ്ലൈ ഫ്ലോപ്പ് പോലെ തോന്നി അതല്ലേ. നമ്മൾ വെച്ചത് കറക്റ്റ് ആവേണ്ടതാണ്. ഇതെങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കാൻ പോകണം കേട്ടോ. ഇതും പൂക്കുറ്റിയാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള പൂക്കുറ്റിയാണ്. അപ്പോൾ അത് നല്ല രസമുണ്ട് കേട്ടോ. അല്ല ലാസ്റ്റ് പൊട്ടി. ഇനി നമ്മൾ കൊളുത്താൻ പോണത് ചക്രം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കൊളുത്തിയത് ഒക്കെ ഹാദിൻ ഫയർ വർക്ക്സ് നമ്മുടെ ആലത്തൂരുള്ള ഗുരുകുലം കോളേജ് ഉണ്ടല്ലോ അതിൻ്റെ അവിടെയുള്ള പടക്കക്കടയത്തെയാണ് കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കാണില്ലേ കമ്പിത്തിരി, വലിയ കമ്പിത്തിരി നീളമുള്ള കമ്പിത്തിരിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊക്കെ നോക്കണം. പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട്. എന്താണ് നമ്മുടെ പൂമ്പാറ്റകൾ, ബട്ടർഫ്ലൈ ഡാൻസിങ് ബട്ടർഫ്ലൈ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് വേണ്ടത് നോക്കാം. പിന്നെ എന്താ പറയുക കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതെല്ലാം കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാട്ടവാറൊക്കെ വാങ്ങിയിട്ടുണ്ട് കേസ്. അപ്പോൾ അതും കൂടി നോക്കാം കേട്ടോ. അങ്ങനെ പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഫ്ലവർ തണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടിയുണ്ട്, ഒരു പടക്കം കൂടിയുണ്ട്. അപ്പോൾ ഈ പടക്കവും നമുക്ക് കത്തിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നെല്ലാം ഒന്ന് കത്തിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാട്ടവാറുണ്ട്, ചാട്ടവാറ് ഇത് അടിപൊളി അല്ലേ, അടിപൊളി ചാട്ടവാറ്. ഹാപ്പി വിഷു. അപ്പോൾ ഇനി നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള എന്താണ് നമ്മുടെ പൂക്കുറ്റിയിട്ട കേസ്, നമ്മൾ ചെറുപ്പത്തിലൊക്കെ കത്തിച്ചുകൊണ്ടിരുന്ന ആ പൂക്കുറ്റി, ഇത് എന്തായാലും വാങ്ങിയതാണ്. ഇത് നമ്മൾ കുറേ നാളായി കത്തിച്ചിട്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ സാധാ പൂക്കുറ്റി
അടിപൊളി അടിപൊളി